മറ്റൊരു പ്രധാന വാർത്ത എറണാകുളത്തുള്ളത്. എറണാകുളത്ത് ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. പുലർച്ചെ 1:15 അപകടം. 10ലേറെ കടകൾ കത്തിനശിച്ചു. ശ്രീധർ തിയേറ്ററിന് പിന്നിലെ കോളിത്തറ കെട്ടിട സമുച്ചയത്തിലെ കടകൾക്കാണ് തീപിടിച്ചത്. ജില്ലയിലെ 9 അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നുമാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. എസ് ശരൺ സ്ഥലത്തുണ്ട്. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഇന്നലെ രാത്രി 1:15 കൂടിയാണ് തീ പടർന്നു പിടിച്ചത്. എന്താണ് സംഭവിച്ചത്? ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തീ പടർന്നു പിടിച്ചു. ആ സ്ഥലത്തേക്ക് ഇടുങ്ങിയ വഴിയായിരുന്നു എന്ന് കേട്ടു. ഫയർ എഞ്ചിനുകളൊക്കെ എത്താൻ അല്പം വൈകിയോ? വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടോ ശരൺ? അൻകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്താൻ വൈകിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദ്രുതഗതിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി. സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയൊരു അപകടം ഒഴിവായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ബ്രോഡ്വേ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം കടകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ ഭാഗത്ത് നിന്നാണ് ഇന്ന് പുലർച്ചെ, അതായത് 12:30 കൂടി ഇവിടുന്ന് തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് മറ്റ് കടകളിലേക്ക് ഇത് പടരുകയും ചെയ്തത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് തീ കെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ പലയിടങ്ങളിൽ നിന്നായിട്ട് പുക ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നേരത്തെ ക്രിസ്മസ് അടക്കമുള്ള ദിവസങ്ങളിൽ, ക്രിസ്മസ് ദിനം അടക്കം വലിയ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിവരെ ഇവിടുത്തെ ഈ സമുച്ചയത്തിലെ എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നലെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കടകളൊക്കെ 12:30 മുമ്പായിട്ട് അടച്ചിരുന്നു. അങ്ങനെ 12:30 കൂടി തീപിടുത്തം ഉണ്ടാകുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എവിടെ നിന്നൊക്കെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാൻ കഴിയുമോ അവിടെ നിന്നൊക്കെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നു. പ്രധാനമായും കടവന്ത്ര, ഏലൂർ അടക്കമുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നായിട്ട് 11 യൂണിറ്റുകൾ എത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ 2 സംശയങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ഈ തീപിടുത്തത്തിന്റെ കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിൽ സംശയം ഫയർഫോഴ്സിനുള്ളത്, ഒന്ന്, ഈ ഭാഗത്തായിട്ട് ആക്രി സാധനങ്ങളൊക്കെ തന്നെ, അതായത് വേസ്റ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ കൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷേ തീ പടർന്നതാകാം എന്നുള്ളൊരു സംശയം ഫയർഫോഴ്സിനുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഷോർട്ട് സർക്യൂട്ടും കാരണമാകാം എന്നുള്ളത് ഒരു കാര്യം കൂടി ഫയർഫോഴ്സ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇന്ന് രാവിലെ ഫോറൻസിക് പരിശോധനകൾ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഈ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തത വരിക. എന്തായാലും ഈ പരിസരത്ത് തീപിടുത്തം ഉണ്ടാകുന്നു. അതിനുശേഷം 12ഓളം കടകളിലേക്കാണ് അത് പടർന്നത്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു കടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ കടകളൊക്കെ തന്നെ കത്തി നശിച്ച നിലയിലാണുള്ളത്. ഓക്കെ, രാത്രി ആയതുകൊണ്ടും കട തുറന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ടും ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ നഷ്ടമാണ്. പല കടകളും ഈ ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടകളായിരുന്നു. ഫാൻസി കടകളും ടോയ് കടകളും ഒക്കെയാണ് ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം അവിടെ കുറച്ചധികം മാലിന്യ വസ്തുക്കളൊക്കെ സമീപത്ത് തൊട്ടടുത്തുള്ളൊരു കടയുടെ പരിസരത്തുണ്ടായിരുന്നു. അവയിൽ നിന്ന് തീ പടർന്നു പിടിച്ചതാണോ എന്നൊരു സംശയവുമുണ്ട്. ഇന്നലെ രാത്രി 1:15 കൂടിയാണ് ബ്രോഡ്വേയിൽ വലിയ തീപിടുത്തമുണ്ടായത്.